രൂപം കൊണ്ടത്. ആ രൂപത്തിൽ ക്രമീകരണത്തിൻ്റെ തുടർച്ചയുണ്ട്. നിരന്തരം നൈരന്തര്യതയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എവിടെ ക്ഷീണം? അപ്പോൾ ക്ഷീണം വരുന്നുണ്ടെങ്കിൽ നമ്മൾ അക്രമം ചെയ്യുന്നുണ്ട്. ക്ഷീണം വരുന്നുണ്ടെങ്കിൽ അക്രമം ചെയ്യുന്നുണ്ട്, തെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ഷീണം വരും. തെറ്റ് തിരുത്തണം. പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് വിശദീകരിക്കാമോ? എന്തോ? ശ്രദ്ധയോട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി വിശദീകരിക്കാമോ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ എന്തു ചെയ്യുന്നു, എന്തിനു ചെയ്യുന്നു? എന്നെ കാണാനാണ് ഞാൻ ചെയ്യുന്നത്. എന്നെ അറിയാനും അനുഭവിക്കാനും തുടരാനുമാണ് ഞാൻ ചെയ്യുന്നത്. ജീവിക്കാനാണ്, മരിക്കാനല്ല. ഞാൻ ജീവിക്കാനാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ എന്റെ ശ്രദ്ധ ജീവനത്തിനും അല്ല. അല്ലല്ല, ജീവിക്കാനാണ്. നേരിട്ട് ജീവിക്കുന്ന ഭാഗത്താണ്. ഉപജീവനത്തിനുള്ള ഭാഗം അതിന്റെ സെക്കൻഡറി, അത് ഓട്ടോമാറ്റിക്കലി നടന്നോളും. ജീവിക്കുന്ന ഭാഗത്ത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ആരാധനയോടുകൂടിയാണ്, ഭക്തിയോടുകൂടിയാണ്, എളിമയോടുകൂടിയാണ്. ഇവിടെ ഒന്നിനെ നിഷേധിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഉള്ളതെല്ലാം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയാണ്. അങ്ങനെ സർവ്വതിൻ്റെയും കൂട്ടത്തിൽ ഞാനുമുണ്ട്. അപ്പോൾ മറ്റൊന്നിനെ എങ്ങനെ നിഷേധിക്കും? നിഷേധിച്ചാൽ ഞാനെങ്ങനെ ഇവിടെ നിൽക്കും? മറ്റെന്തെങ്കിലും ഒന്നിനെ നിഷേധിച്ചാൽ എനിക്കിവിടെ നിൽക്കാനുള്ള അർഹത പോയി. മറ്റൊന്നിനെ നിഷേധിച്ചാൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. മറ്റെല്ലാത്തുമായിട്ട് സമരസപ്പെട്ട് വരുമ്പോഴാണ് ഞാൻ ഇവിടെ നിലനിൽക്കാൻ കാരണമുള്ള വ്യവസ്ഥയെ എനിക്ക് ശ്രദ്ധിക്കാൻ തന്നെ പറ്റത്തുള്ളൂ. അപ്പോഴേ എനിക്ക് ശ്രദ്ധ അവിടെ എത്തിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ എത്തിക്കാൻ പറ്റത്തില്ല. ശ്രദ്ധ എന്ന് എല്ലാവരും പറയും, പക്ഷേ പറ്റുന്നില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? കാരണം മറ്റുള്ള പലതിനെയും ഇവിടെ നിലനിർത്തേണ്ട, അത് ശരിയല്ല, അവനെ ഇവിടെ കൊണ്ടുവരരുതും, അവനിവിടെ ഓടിച്ചോളണം, മനസ്സിലാവും. മറ്റത് പാടില്ല, അത് പാടില്ല, എല്ലാം വെട്ടിനിരത്തി. അങ്ങനെ വെട്ടിനിരത്തുമ്പോൾ നമ്മളും വെട്ടിനിരത്തപ്പെടും. ഒരു സംശയമില്ല, പ്രപഞ്ചത്തിൻ്റെ നിയമമാണ്. ആ നിയമത്തെ വളച്ചൊടിക്കാൻ പറ്റത്തില്ല. ആ നിയമം സ്ഥായിയായിട്ടുള്ള നിയമമാണ്. ആ നിയമത്തെ അറിയുന്നതിന്, അതിനാണ് അനുസരണ. ഒരാളെ കേട്ടു, അയാൾ മറ്റൊരാളാകരുത്, അത് ഞാനാകണം. അയാളുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അനുസരിക്കണം. അയാളുടെ ശബ്ദത്തെ അനുസരിച്ചാൽ മാത്രം മതി. മറ്റൊരാളുടെ ശബ്ദത്തെ അനുസരിച്ചാൽ എനിക്കെന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടും. മറ്റൊരാളുടെ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ സത്യത്തിൽ ഭാഗ്യവാനാകുകയാണ്. അവിടെയാണ് ഞാൻ ചോദിച്ച ചോദ്യം വരുന്നത്. മറ്റൊരാളുടെ ശബ്ദത്തെ കേൾക്കുമ്പോൾ അയാൾ കൊള്ളക്കാരനാണെങ്കിൽ അയാളുടെ സ്വഭാവമായിരിക്കും പറയുന്നത്. അത് നമ്മൾ കേൾക്കാൻ നിന്നാൽ ഒന്നുമില്ല. ഞാൻ കൊള്ളക്കാരനാണോ? ഈ അനുസരണ എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ തെളിഞ്ഞു വരികയും. ഈ അനുസരണ എന്ന് പറയുന്നത് ഞാനൊരു കൊള്ളക്കാരനാകുകയല്ല. അനുസരണ, ആ വ്യക്തിയിൽ കൊള്ളക്കാരനില്ല. ആ വ്യക്തിയുടെ ഉള്ളിൽ കൊള്ളക്കാരനില്ല. സത്യമേ ഉള്ളൂ. എല്ലാ വ്യക്തിയുടെ ഉള്ളിലും സത്യമേ ഉള്ളൂ. എന്നാൽ മാത്രമേ ആ വ്യക്തിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തുള്ളൂ. അനുസരിക്കുമ്പോൾ നമ്മൾ അനുസരണയിലാണ് നിൽക്കുന്നതെങ്കിൽ മറ്റാളുടെ സാന്നിധ്യം അനുസരണയിൽ നമുക്ക് അവിടെ അഡ്വാൻറ്റേജാണ്. അയാൾ കൊള്ളക്കാരനാണോ ഇല്ലെന്നുള്ള ഭാഗമൊന്നും അവിടെ വിഷയമല്ല. അയാൾ കൊല്ലാനായിരിക്കും വന്നത് നമ്മളെ. പക്ഷെ നമ്മൾ അയാളെ അനുസരിച്ചാൽ പ്രപഞ്ചത്തിൻ്റെ കർമ്മം അവിടെ, അതല്ലാണ്ട് വേറൊന്നും നടക്കത്തില്ലടാ, നടക്കാൻ പറ്റത്തില്ല. നമ്മുടെ സത്യം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. നമ്മളെ കൊല്ലാനാണ് അയാൾ വന്നെങ്കിൽ നമ്മൾ അനുസരിച്ചാൽ എന്ന് പറയുമ്പോൾ നമ്മൾ മരണത്തിന് കീഴ്പ്പെട്ട് കൊടുക്കണ്ടേ? ഇല്ല. കാരണം നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങൾ ചാകാനാണെങ്കിൽ ചത്തല്ലേ പറ്റത്തുള്ളൂ. നിങ്ങൾ വിചാരിച്ചാൽ പോലും നടക്കില്ല. നിങ്ങളെ കൊല്ലേണ്ടതാണെങ്കിൽ കൊന്നിരിക്കും. അത് ഏത് രൂപത്തിലാണ്? ഒരാൾ രൂപത്തിലാണെങ്കിലും, കത്തിയുടെ മനയാണെങ്കിലും, ഒരു വൈറസിൻ്റെ രൂപത്തിലാണെങ്കിലും, അത് സംഭവിക്കേണ്ടതാണെങ്കിൽ അത് സംഭവിച്ചേ പറ്റത്തുള്ളൂ. അതൊരു വൈറസിൻ്റെ, ബാക്ടീരിയയുടെ എന്തെങ്കിലും രൂപത്തിൽ വന്നിരിക്കും.
അതിനകത്തുനിന്ന് ഒളിക്കാൻ നിങ്ങൾക്ക് ഒരു രക്ഷയില്ല. അപ്പം അങ്ങനെ ഒരു വരാനുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടെത്തണം. ഇതെനിക്കിങ്ങനെ ഒരു മരണത്തിന് കാരണമുണ്ട്. എന്തുകൊണ്ട് മരണത്തിന് കാരണം? മരിക്കുന്നതിനെ ഞാൻ ആശ്രയിച്ചു. മരണത്തെ ആശ്രയിച്ചാൽ മരണത്തിന് കാരണമായിട്ടുള്ളത് വന്നിരിക്കും. ജീവനെ ആശ്രയിച്ചാൽ ജീവന് കാരണമായിട്ടുള്ളത് വന്നിരിക്കും. നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നശിക്കാനുള്ളത് വന്നിരിക്കും. ഇതെല്ലാം ആപേക്ഷികതയുടെ ഭാഗത്ത് ആപേക്ഷികമായിട്ടുള്ള ഭാഗം കൃത്യമായിട്ട് വർക്ക് ചെയ്യും. ആപേക്ഷികത തരണം ചെയ്തു പോയി കഴിഞ്ഞാൽ അവിടെ ബോധതലത്തിലാണെങ്കിൽ അവിടെയും കാണാം, അവിടെയും കൃത്യമായിട്ട് കാണാം. ഇതെല്ലാം പ്രപഞ്ചം എപ്രകാരം, ഇത് പ്രപഞ്ചമൊരുക്കിയതാ, സമൂഹമൊരുക്കിയതല്ല. അപ്പം സത്യത്തിൽ തുടരാൻ പറ്റാത്തതുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയിൽ നിൽക്കുന്നു. സത്യത്തെ തൊട്ട് കഴിഞ്ഞാൽ സമൂഹം എപ്രകാരം, എന്തുകൊണ്ട്, സമൂഹത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, അത്രയൊക്കെ സമൂഹം ചെയ്യും. അതൊരിക്കലും ജീവിതത്തിന് തടസ്സമല്ല. വൈദ്യരെ സോറി, സെബാസ്റ്റ്യൻ സാറേ, പിന്നെ വൈറസിനെ കുറ്റം പറയരുത് കേട്ടോ. എൻ്റെ ഒരു ആയുധമാണത്. അതിനെ കുറ്റം പറയരുത്, അതെനിക്ക് സഹിക്കില്ല. വൈറസ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അത് നമ്മളെ രക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് പുറന്തള്ളി ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുള്ളൂ. ആ ഒരു അനുഭവം എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനൊന്ന് അറിയിച്ചെന്ന് മാത്രം.